Hi students, welcome to a lecture series of special relativity. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് റിലേറ്റിവിസ്റ്റിക് ടോട്ടൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി, മാസ് എനർജി ഈക്വലൻസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് പ്രോബ്ലം കെനത്ത് ക്രെയിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ സോൾഡ് പ്രോബ്ലംസ് ആണ്, ഈ സോൾഡ് എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത്. വാട്ട് ആർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കൈനറ്റിക് ആൻഡ് relativistic total energies of a proton, total energies of a proton ബ്രാക്കറ്റിൽ അതിൻ്റെ റെസ്റ്റ് മാസ് വന്നിട്ടുണ്ട്. E0 is equal to 938 million electron volt, moving at a speed of 0.86 c. ഓക്കെ, ഇതാണ് ചോദ്യം. ഒരു പാർട്ടിക്കിളിൻ്റെ, ഒരു പ്രോട്ടോൺ, അതിൻ്റെ റിലേറ്റിവിസ്റ്റിക് ടോട്ടൽ എനർജിയും കൈനറ്റിക് എനർജിയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് തന്നേക്കണതെന്ന് ആദ്യം നോക്കാം. E0 തന്നിട്ടുണ്ട്. E0 is equal to 938 million electron volt. പാർട്ടിക്കിളിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 0.86 c. You have to find out relativistic total energy and kinetic energy. അപ്പോൾ ഇതിന് ഉപയോഗിക്കാവുന്ന ഫോർമുല എന്താണ്? അതാണ് ആദ്യം നമുക്ക് നോക്കാവുന്നത്. നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് E is equal to K plus E0 ആണ്. കൈനറ്റിക് എനർജിയും റെസ്റ്റ് എനർജിയും കൂടി കൂട്ടിയതാണ്. ഇക്ക് മറ്റൊരു റിലേഷൻ കൂടി ഉണ്ട്, റൂട്ട് ഓഫ് P സ്ക്വയർ C സ്ക്വയർ പ്ലസ് M സ്ക്വയർ C raised to 4, or you can write it as root of P square C square plus MC square whole square, or you can simply write it as P square C square plus E0 square. Okay, and P എങ്ങനെ കണ്ടുപിടിക്കാം? P is equal to mv divided by root 1 minus v square by c square. Okay, അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജി ആദ്യം കണ്ടുപിടിക്കണം. കൈനറ്റിക് എനർജി വേണം, ടോട്ടൽ എനർജിയും വേണം. ടോട്ടൽ എനർജി കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. വേണമെങ്കിൽ K is equal to E minus E0 ചെയ്താൽ മതി. അപ്പോൾ K കണ്ടുപിടിക്കാൻ ഈ ഫോർമുല ഉപയോഗിക്കാം. അപ്പോൾ E കണ്ടുപിടിക്കാൻ ഈ റിലേഷൻ ഉപയോഗിക്കാം. ഈ റിലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അതിൽ E0 നിങ്ങൾക്ക് അറിയാം, P അറിയില്ല. P കണ്ടുപിടിക്കണം. P കണ്ടുപിടിക്കാൻ ഈ ഫോർമുല ഉപയോഗിക്കാം. റെസ്റ്റ് മാസ് വന്നിട്ടുണ്ട്. റെസ്റ്റ് മാസ് എന്ന് പറയുന്നത് 938 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതിനെ MC സ്ക്വയർ എന്നാണ്, മില്യൺ ഇലക്ട്രോൺ വോൾട്ടിലാണ് എഴുതിയത്. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതിയാൽ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. mv ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്നുള്ളത് മുകളിലും ഒരു സി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം. പി എന്നുള്ളത് പി സി എഴുതാം. പി സി എങ്ങനെ വരും? mvc ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് അതിനെ ഒരു സി കൊണ്ട് വീണ്ടും മുകളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ MC സ്ക്വയർ വി ബൈ സി എന്ന് വന്നു, ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് എഴുതാം. MC സ്ക്വയർ എന്താ? റെസ്റ്റ് എനർജിയാണ്. അപ്പോൾ നമുക്കതിനെ പി സിക്ക് എങ്ങനെ കൊടുക്കാം? 938 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആണ് MC സ്ക്വയർ വരിക, ഇൻറ്റു വി ബൈ സി എന്ന് പറയുന്നത് 0.86 വരും, ഡിവൈഡ് ബൈ റൂട്ട് 1 മൈനസ് 0.86 c by c whole square. So the expression will become, P യുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. So P will be equal to 938
million electron volt into 0.86 divided by root. ഇതിൻ്റെ വാല്യൂ 0.51029 വരും. പി സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1837 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ഉത്തരം വരും. പി സി അതാണെങ്കിൽ പി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. പി ഇസ് ഈക്വൽ ടു 1837 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് പെർ സി. ഈ രൂപത്തിൽ വേണമെങ്കിൽ 1837 അല്ല, ഇത് 1580 ആണ്. പി എന്ന് പറയുന്നത് 1580 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് പെർ സി എന്ന് വരും. അപ്പോൾ പി സി നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സി ഹോൾ സ്ക്വയർ പ്ലസ് E0 സ്ക്വയർ. സോ പി സി എന്ന് പറയുന്നത് 1580 ആണ്. 1580 MeV ഹോൾ സ്ക്വയർ പ്ലസ് E0 എന്ന് പറയുന്നത് 938 MeV whole square. So the final result will be എന്ന് പറയുന്നത് E എന്ന് പറയുന്നത് 1837 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ഉത്തരം വരും. സോ E0 എന്ന് പറയുന്നത് 938 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ K എന്ന് പറയുന്നത് E മൈനസ് E0 വരും. 1837 മൈനസ് 938 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എന്ന് ഉത്തരം കിട്ടും. സോ ദ റിസൾട്ട് വിൽ ബി 899 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എന്ന് ഫൈനൽ ആൻസർ വരും. അപ്പോൾ നമ്മളോട് ചോദിച്ച ഈ രണ്ട് ഉത്തരവും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? കൈനറ്റിക് നമുക്ക് റസ്റ്റ് എനർജി അറിയാം. റിലേറ്റിവിസ്റ്റിക് ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി റൂട്ട് ഓഫ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് E0 സ്ക്വയർ എന്ന് പറയുന്ന റിലേഷൻ കണ്ടുപിടിച്ചു. അതിൽ പി നമ്മൾ കണ്ടുപിടിച്ചു. വെലോസിറ്റി തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് പി കാൽക്കുലേറ്റ് ചെയ്തു. പി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇ കാൽക്കുലേറ്റ് ചെയ്ത് E0 E തമ്മിലുള്ള ഡിഫറൻസ് ആണ് കെ വരെ. ഓക്കെ, ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ വെലോസിറ്റി and momentum of electron find the velocity and momentum of an electron E0 is equal to ഇലക്ട്രോണിന്റെ റെസ്റ്റ് മാസ് എനർജി ഇവിടെ വന്നിട്ടുണ്ട് 0.511 MeV. റെസ്റ്റ് എനർജിയാണ് അതാണ് റെസ്റ്റ് മാസ്. ഓക്കെ, റെസ്റ്റ് മാസിനെ റെസ്റ്റ് എനർജി ആക്കി എഴുതിയേക്കുന്നതാണ് വിത്ത് കൈനറ്റിക് എനർജി 10 മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. ചോദ്യം വെലോസിറ്റി മൊമെന്റം ആണ് തന്നേക്കുന്നത്. E0 ആണ്, ഇലക്ട്രോൺ ആണ് തന്നെയാണത്. E0 is equal to 0.511 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആണ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 10 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ ഒരു ഇലക്ട്രോൺ ആണ് തന്നേക്കണമെന്ന് വെച്ചാൽ ഇലക്ട്രോണിന്റെ റെസ്റ്റ് എനർജി തന്നിട്ടില്ലെങ്കിലും ഈ വാല്യൂ നിങ്ങൾക്ക് ഓർത്ത് വെച്ച് പ്രോബ്ലത്തിന് ചെയ്യാവുന്നതാണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് പിയും വെലോസിറ്റിയാണ്, മൊമെന്റവും വെലോസിറ്റിയാണ്. മൊമെന്റവും വെലോസിറ്റിയും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പല മാർഗങ്ങളുണ്ട്. എങ്കിലും ഇതിൽ ഏറ്റവും ലളിതമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് E² is equal to P² C² പ്ലസ് MC² ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ P² C² പ്ലസ് E0 സ്ക്വയർ എന്ന് പറയുന്ന റിലേഷൻ ഉപയോഗിക്കാം. അതിൽ E കണ്ടുപിടിച്ചാൽ മതി. ഈ E0 കെയും തന്നിട്ടുണ്ടെങ്കിൽ E എന്ന് പറയുന്നത് E0 പ്ലസ് കെ ആണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, അപ്പോൾ 0.511 പ്ലസ് 10 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആണ് ടോട്ടൽ എനർജി വരിക. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 10.5
511 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ഉത്തരം വരും. കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഇക്വേഷൻ്റെ LHS കിട്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, P²C² പ്ലസ് E02 ഈസ് ഈക്വൽ ടു 10.511 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സോ P²C² ഇസ് ഈക്വൽ ടു 10.511 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ഹോൾ സ്ക്വയർ മൈനസ് E02 എന്ന് പറയുന്നത് 0.511 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സോ ദ റിസൾട്ട് വിൽ ബി P²C² എന്ന് പറയുന്നത് 110.22 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് സ്ക്വയർ ആണ് വരിക. സോ P ഇസ് ഈക്വൽ ടു, അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ PC എന്ന് പറയുന്നത് 10.4985 വരും. അപ്പോൾ P എന്ന് പറയുന്നത് 10.4985 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് പെർ സി എന്ന് വരും. അപ്പോൾ മൊമെൻറ്റം കിട്ടിക്കഴിഞ്ഞു. പ്രോബ്ലത്തിലെ ആദ്യത്തെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇനി V കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ Pയിൽ നിന്ന് കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ ഏറ്റവും ലളിതമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് E is equal to mc² ഡിവൈഡഡ് ബൈ √1 - v²/c² ആണ്. അപ്പോൾ √1 - v²/c² എന്ന് പറയുന്നത് mc²/e എന്ന് വരാം. mc², അപ്പോൾ 1 - v²/c² എന്ന് പറയുന്നത് m²c⁴/e² എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, E02/e² എന്ന് എഴുതാം. m²c⁴ എന്ന് പറയുന്നത് E02 ആണ്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് v²/c² എന്ന് പറയുന്നത് 1 - E02/e² എന്ന് എഴുതാം. സോ ദ റിസൾട്ട് വിൽ ബി E² - E02/e² എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം, v²/c² എന്ന് പറയുന്നത് LCM ഒന്നും എടുക്കണ്ട, 1 - E02/e² എന്ന് തന്നെ എഴുതാം. സോ v/c എന്ന് പറയുന്നത് √1 - E02/e² എന്ന് എഴുതാം. √1 - 0.511 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ 10.511 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സോ ദ റിസൾട്ട് വിൽ ബി 0.9988 എന്ന് വരും. V is equal to 0.9988 C എന്ന് വരും. പല രൂപത്തിൽ ഇത് കണ്ടുപിടിക്കാം. എങ്കിലും ഈ ഒരു റിലേഷൻ, V/Cയുടെ റിലേഷൻ ഈ ഒരു രൂപത്തിൽ ഓർത്തു വയ്ക്കുന്നത് പല പ്രോബ്ലത്തിനും നിങ്ങൾക്ക് സഹായമാകും. ഓക്കെ, അടുത്ത പ്രോബ്ലം. Problem 3. In Stanford ലീനിയർ കൊളൈഡർ, സ്റ്റാൻഫോർഡിലുള്ള ഒരു ലീനിയർ കൊളൈഡറിനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റാൻഫോർഡ് ലീനിയർ കൊളൈഡർ. Electrons are accelerated to a kinetic energy of 50 giga electron volt. Find the speed of such electrons. Find the speed of such an electron. Find the speed of such an electron
as question number a fraction of c, a fraction of c. Question number b, a difference from c, a difference from c. ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, the rest energy of electron is equal to 0.511 million electron volt, which can be also written as 0.511 into 10 raised to minus 3 giga electron volt. നമ്മൾ സാധാരണ മില്യൺ ഇലക്ട്രോൺ വോൾട്ടിലാണ് പറയാറുള്ളത്, ജിഗാ ഇലക്ട്രോൺ വോൾട്ടിൽ തന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ലീനിയർ കൊളൈഡർ ഉണ്ട്, അതിൽ ഇലക്ട്രോൺസ്, അതിലുള്ള ഇലക്ട്രോൺസ് അതിന്റെ കൈനറ്റിക് എനർജി 50 ജിഗാ ഇലക്ട്രോൺസ് വോൾട്ട് വരെ ആക്സലറേറ്റ് ചെയ്യപ്പെട്ട പാർട്ടിക്കിളാണ്. ഹൈ സ്പീഡിൽ പാർട്ടിക്കിളാണ്, റിലേറ്റിവിസ്റ്റിക് സിറ്റുവേഷനിൽ കൈകാര്യം ചെയ്യാവുന്ന പാർട്ടിക്കിളാണ്. ഇവിടെ തന്നേക്കുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 50 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതിന്റെ റെസ്റ്റ് എനർജിയും, ഇലക്ട്രോണിന്റെ റെസ്റ്റ് എനർജിയും തന്നുണ്ട് 0.511 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ഓർ 0.511 into 10 raised to minus 3 giga electron volt. ഇതാണ് തന്നേക്കുന്നത്. നമ്മളോട് ചോദിച്ചത് വി ആണ്, സ്പീഡ് ഓഫ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഒരിക്കലും അത് ക്ലാസിക്കൽ ഫിസിക്സിന്റെ ഹാഫ് എ ബി സ്ക്വയർ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. റിലേറ്റിവിസ്റ്റിക് സ്പീഡാണ്, റിലേറ്റിവിസ്റ്റിക് ഫോർമുല വേണ്ടി വരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത അതേ റിലേറ്റിവിസ്റ്റിക് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടി വരും. അത് എത്ര ഫ്രാക്ഷനാണ്, അതിൻ്റെ സിയുടെ എത്ര ഫ്രാക്ഷനാണ്, ഇപ്പോൾ 0.5 സി എന്നാണോ, 0.2 സി എന്നാണോ, 0.9 സി എന്നാണോ, എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. സിയിൽ നിന്ന് എത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് എന്നുള്ളത് കൂടി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം വിക്ക് ഇങ്ങനൊരു ഫോർമുലയുണ്ട്. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. റൂട്ട് വി ബൈ സി ഇസ് ഈക്വൽ ടു റൂട്ട് 1 മൈനസ് E0 സ്ക്വയർ ബൈ ഇ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇ കണ്ടുപിടിച്ചാൽ നമുക്ക് പിന്നെ വി ബൈ സി കണ്ടുപിടിക്കാം. കെ പ്ലസ് E0 എന്നുള്ളത് ഇക്ക് ഉപയോഗിക്കാൻ പറ്റും. കെ എന്ന് പറയുന്നത് 50 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്, പ്ലസ് 0.511 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 3 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ അത് വേണമെങ്കിൽ മില്യൺ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം. 50 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 50 ഇൻറ്റു 10 റൈസ് ടു 3 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആണ്, പ്ലസ് 0.511 നമുക്ക് പരിചിതമായ ഇതെന്ന് പറയുന്നത് 0.511 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് വി ബൈ സി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വി ബൈ സി ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് റൂട്ട് ഓഫ് 1 മൈനസ് E0 സ്ക്വയർ മൈനസ് ഡിവൈഡഡ് ബൈ ഇ സ്ക്വയർ എന്ന് പറയുന്ന റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് you can simply calculate it as 0.9999 ഇത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് വരിക. അപ്പോൾ ആ രൂപത്തിൽ വി ബൈ സിനെ എഴുതാൻ പറ്റും. വി എന്ന് പറയുന്നത് അപ്പോൾ അത് ഈ രൂപത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഫ്രാക്ഷൻ ഓഫ് സി മൈനസ് വി നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഈ വാല്യൂ 0.99999 മൈനസ് സി മൈനസ് ഇത് എഴുതുമ്പോൾ 1 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 9 എന്നുള്ള രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത്ര ആക്യുറേറ്റ് ആയിട്ട് അപ് ടു 9 ഡെസിമൽ പ്ലേസസ് ആക്യുറസിയിലാണ് ഞാൻ എഴുതുന്നത്. ഇതിലും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഫൈനൽ റിസൾട്ടിന് വേണമെങ്കിൽ എഴുതാൻ പറ്റും. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ആ രൂപത്തിൽ എഴുതാം. തൽക്കാലം നമ്മൾ ഈ ആക്യുറസിയിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. സി മൈനസ് ബി കണ്ടുപിടിക്കാം. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. നാലാമത്തെ ചോദ്യം. അറ്റ് ഡിസ്റ്റൻസ് equal to
distance equal to radius of Earth's orbit, radius of Earth orbit radius of Earth's orbit അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.5 into 10 raised to 11 meter. The sun's radiation has intensity of 1.4 into 10 raised to 3 watt per meter square. Find the rate at which the mass of sun is decreasing. The mass of sun is decreasing. Find the rate at which the mass of sun is decreasing. എർത്തിന്റെ ചോദ്യം എന്താണ്? At a distance equal to radius of Earth orbit, the sun's radiation has an intensity of 1.4 watt per meter square. Find the rate at which mass of sun is decreasing. എർത്ത് റേഡിയസിന്റെ ദൂരത്തിൽ, ഇപ്പോൾ സൺ ഇതാണെന്ന് വിചാരിച്ചോ, സണ്ണിൽ നിന്ന് എർത്ത് റേഡിയസിന്റെ ലെങ്ത് ആണ് അവർ പറഞ്ഞുള്ളത് ഏകദേശം 1.5 into 10 raised to 11. അത്രയും ദൂരത്തിൽ ഉണ്ടെന്ന് വിചാരിച്ചോ. അത്രയും ദൂരത്തിൽ സൺ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ, സൺസ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ പവർ പെർ യൂണിറ്റ് ഏരിയ ആണ്. പവർ പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് 1.4 into 10 raised to 3 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇതാണ് സണ്ണ് യൂണിഫോം ആയിട്ടാണ് അതിൽ നിന്ന് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. സണ്ണിൽ നിന്ന് 1.5 into 10 raised to 11 ദൂരത്തിൽ എമിറ്റ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 1.4 into 10 raised to 3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെ സണ്ണിൽ നിന്ന് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നെങ്കിൽ സണ്ണിൽ നിന്ന് എനർജി ലോസ് ഉണ്ട് എന്നാണ് അർത്ഥം. എനർജി ലോസ് എന്ന് പറഞ്ഞാൽ അത് എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം ആ എനർജി വേറെ ഏതെങ്കിലും ഫോമിലുള്ള എനർജിയിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ആ ലോസ് ഓഫ് എനർജി എന്ന് പറയുന്നത് സണ്ണിൽ നിന്ന് റേഡിയേഷൻ എമിറ്റ് ചെയ്യുമ്പോൾ സണ്ണിൻ്റെ മാസ് ഡിക്രീസ് ചെയ്യപ്പെടുന്നുണ്ടാവും. അപ്പോൾ ആ സണ്ണ് ഓരോ സെക്കൻഡിലും എത്രയാണ് ഇതിൻ്റെ മാസ്, ഈ രൂപത്തിലാണ് എനർജി നഷ്ടപ്പെടുന്നത് എങ്കിൽ സണ്ണിൻ്റെ റേറ്റ് അറ്റ് വിച്ച് മാസ് ഓഫ് സൺ ഈസ് ഡിക്രീസിങ് അതാണ് ചോദിച്ചാണ്. അതായത് dm/dt, അതായത് റേറ്റ് ഓഫ് മാസ് ലോസ് അല്ലെങ്കിൽ മാസ് ലോസ് പെർ സെക്കൻഡ്. ഈ രൂപത്തിലാണ് എനർജി നഷ്ടപ്പെടുന്നതെങ്കിൽ മാസ് ലോസ് പെർ ഒരു സെക്കൻഡിൽ എത്ര മാസ് സണ്ണിൽ നിന്ന് ഓരോ സെക്കൻഡിലും നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ സണ്ണിനെ ഒരു യൂണിഫോം ആയിട്ട് എനർജി എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ തന്നെ സണ്ണ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ഈ ഒരു സ്പിയർ 6 റേഡിയസ് ഉള്ള, അതായത് 1.5 into 10 raised to 11 സ്ഥലത്തൊരു സർക്കിൾ അല്ലെങ്കിൽ ഒരു സ്പിയർ നിങ്ങൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ യൂണിഫോം ആയിട്ടാണ് ഹീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇഫ് റേഡിയേഷൻ എമിറ്റഡ് uniformly throughout a sphere over a sphere radius r, എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ് പവർ നഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ പവർ at this distance നമുക്ക് എങ്ങനെയാണ് പവർ എന്ന് പറയുന്നത്
ഇൻറ്റൻസിറ്റി ഇൻറ്റു ഏരിയ എന്ന് എഴുതാൻ പറ്റും. ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ആർ റേഡിയസ് ആകുമ്പോൾ ഐ എന്ന് പറയുന്നത് ഐ ഇൻറ്റു 4πr² എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് 4 ഇൻറ്റു 3.14 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 1.5 ഇൻറ്റു 10⁻11 എന്ന് കൊടുക്കാം. r² ഇൻറ്റു ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 1.4 ഇൻറ്റു 10⁻3 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ പവർ എന്ന് പറയുന്നത് 3.9564 ഇൻറ്റു 10⁻26 വാട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ടോട്ടൽ പവർ എന്ന് പറയുന്നത് 3.9564 ഇൻറ്റു 10⁻4 വാട്ടാണ് വരിക. അപ്പോൾ ഇത്രയും എനർജി ഒരു സെക്കൻഡിൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, പവർ എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവർക്കും അറിയാം, പവർ എന്ന് പറഞ്ഞാൽ എനർജി ബൈ ഏരിയ ആണ്. എനർജി പെർ യൂണിറ്റ് ടൈമാണ്. എനർജി പെർ യൂണിറ്റ് ടൈമാണ് പവർ. അപ്പോൾ ഒരു സെക്കൻഡിൽ നഷ്ടപ്പെടുന്ന എനർജിയാണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും എനർജി അവന് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത്രയും മാസ്, അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു മാസ് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് എനർജി, energy lost by radiation must be accounted for corresponding loss in its mass. ആ മാസിൽ അല്ലെങ്കിൽ റെസ്റ്റ് എനർജി, അത്രയും റെസ്റ്റ് എനർജി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ മാസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സാധനം എന്താ? E0 = m0c² ആണ്. അപ്പോൾ നമുക്ക് അത്രയും നഷ്ടപ്പെട്ടേക്കണ മാസ് എന്ന് പറയുന്നത് ഡെൽറ്റ E0 എന്ന് പറയുന്നത് ലോസ് ഇൻ റെസ്റ്റ് എനർജി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, ലോസ് ഇൻ റെസ്റ്റ് എനർജി ഡെൽറ്റ E0 എന്ന് എഴുതാം. അപ്പോൾ ഡെൽറ്റ E0 എന്ന് പറയുന്നത് ഡെൽറ്റ m ഇൻറ്റു c² എന്ന് എഴുതാൻ പറ്റും. സോ ഡെൽറ്റ m എന്ന് പറയുന്നത് ഡെൽറ്റ E0 ബൈ c² ആണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ E0 എത്ര എനർജിയാണ് നഷ്ടപ്പെട്ടത്? എനർജി പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 3.9564 ഇൻറ്റു 10⁻26 ആണ് ഒരു സെക്കൻഡിന് നഷ്ടപ്പെട്ടത്. അപ്പോൾ അത്രയും മാസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ബൈ c² ചെയ്താൽ മതി. 3.9564 ഇൻറ്റു 10⁻26 ഡിവൈഡഡ് ബൈ c² പെർ സെക്കൻഡ്, അത്രയാണ് മാസ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരം 4.396 ഇൻറ്റു 10⁻9 കിലോഗ്രാം പെർ സെക്കൻഡ് എന്ന് ഉത്തരം വരും. ഒരു സെക്കൻഡിൽ 4.39 ബില്യൺ കിലോഗ്രാം പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ അത്രയും മാസ് സണ്ണിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ സണ്ണിൽ നിന്ന് എനർജി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സണ്ണിന് ഇനി എത്ര കാലം ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്തരം ഡിസ്കഷനിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. സണ്ണിൻ്റെ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത്, അതിൽ നിന്ന് നഷ്ടപ്പെടുന്ന മാസ് ആ രൂപത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം കൂടിയാണ് ഈ ഒരു മാസ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചൊരു ഐഡിയ വേണ്ടതെന്ന് വെച്ചാൽ എന്താണ് പവർ, എന്താണ് എന്താണ് എനർജിയും മാസും തമ്മിലുള്ള ബന്ധം എന്താണ്, മാസ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ബൈ c² ചെയ്താൽ മാസ് കിട്ടും. കൺസർവേഷൻ ഓഫ് എനർജി എങ്ങനെ നമ്മളിവിടെ ഫലപ്രദമായി ഉപയോഗിച്ചു എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമ്മൾ ഒന്നും കൂടി കൺസർവേഷൻ ലോസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജിയും റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ ഫോർ മൊമെൻറ്റും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചത്.
പക്ഷെ ആ ഒരു ഡിസ്കഷൻ നമ്മളൊന്നും കൂടി ഒന്ന് എന്താ പറയുക സമ്മറൈസ് ചെയ്ത് പറയാനാണ് ഇനിയുള്ളൊരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക് ഇതാണ്, കൺസർവേഷൻ ലോസ്. കൺസർവേഷൻ ലോസ് in relativistic decays and collisions. രണ്ട് രൂപത്തിലുള്ള എക്സാമ്പിളുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. റിലേറ്റിവിസ്റ്റിക് ഡീക്കേസ് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടിക്കിളുകൾ, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളും വൈ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളും കൂടി ഇന്ററാക്ട് ചെയ്തിട്ട് ഒരു സെഡ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളും കുറേ റേഡിയേഷൻസും എമിറ്റ് ചെയ്തു, ഗാമ റേഡിയേഷൻസ് എമിറ്റ് ചെയ്തു എന്ന് വിചാരിച്ചു. ഇതൊരു ഡീക്കേക്ക് സ്യൂട്ടബിൾ എക്സാമ്പിളാണ്. അപ്പോൾ എക്സും വൈയും കൂടി കമ്പൈൻ ചെയ്തിട്ട് സെഡ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ എക്സും വൈയും കൂടി കമ്പൈൻ ചെയ്തിട്ട് പിന്നെ ഒരു എക്സും പിന്നെ ഒരു സെഡും ഒരു ഗാമയും കൂടി ഉണ്ടായി എന്നൊക്കെ തൽക്കാലം വിചാരിക്കാം. ഈ രൂപത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇത് റേഡിയേഷനാണ്. ഈ എക്സും വൈയും സെഡും ഒക്കെ പാർട്ടിക്കിൾസുകളാണ്. അപ്പോൾ ഹൈ എനർജി പാർട്ടിക്കിൾസുകളുടെ ഇൻറ്ററാക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു ഡീക്കേ ചെയ്ത് വേറൊരു പാർട്ടിക്കിളായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ ഒരു പ്രോട്ടോൺ ആയിട്ട് മാറുന്നു. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ്, ന്യൂക്ലിയർ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ രണ്ട് പാർട്ടിക്കിളുകൾ, പി എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളും മറ്റൊരു പ്രോട്ടോണും തമ്മിൽ കൂട്ടിയിടിക്കുന്നു, ഒരു കൊളീഷൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഫൈനൽ റിസൾട്ട്, അതിലുണ്ടാവുന്ന പാർട്ടിക്കിൾസുകൾ, മൂവ്മെൻറ്റ്, ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം ഹൈ എനർജി ഫിസിക്സിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പാർട്ടിക്കിളുകൾ ഡീക്കേ ചെയ്ത് വേറെ പാർട്ടിക്കിളായി മാറുന്നതും രണ്ട് പാർട്ടിക്കിളുകൾ തമ്മിൽ കൊളീഷൻ നടന്നിട്ട് വേറെ രീതിയിൽ അതിൻ്റെ പാത്ത് മൂവ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ കൊളീഷൻസും ഡീക്കേസും ഒക്കെ വളരെ എന്താ പറയുക സാധാരണമാണ് ഹൈ എനർജി പാർട്ടിക്കിൾസുകളുടെ കേസിൽ. അപ്പോൾ അത്തരം ഹൈ എനർജി പാർട്ടിക്കിളുകളുടെ കേസ് സംസാരിക്കുമ്പോൾ അവിടെ ഏത് കൊളീഷൻ ആയാലും ഡീക്കേ പ്രോബ്ലം ആയാലും അവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ലോസ് ഉണ്ട്. ഒന്ന് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആണ്. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ടോട്ടൽ മൊമെൻറ്റം ബിഫോർ എ കൊളീഷൻ മസ്റ്റ് ബി ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ എ കൊളീഷൻ, അല്ലെങ്കിൽ ഒരു ഡീക്കേ പ്രോബ്ലം, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. മറ്റൊന്നെന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ടോട്ടൽ എനർജി. കൺസർവേഷൻ ഓഫ് ടോട്ടൽ എനർജി ഇതിൻ്റെ ഒരു ക്വാളിറ്റേറ്റീവ് ഡിസ്കഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ ഏത് കൊളീഷൻ പ്രോബ്ലം ആയാലും ഏത് ഡീക്കേ പ്രോബ്ലം ആയാലും കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ രണ്ട് പാർട്ടിക്കിൾ തമ്മിലുള്ള കൊളീഷൻ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും ഹൈ എനർജി ഹൈ സ്പീഡ് പാർട്ടിക്കിളുകളുടെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എഴുതുമ്പോൾ നമ്മൾ റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻസ് ഉപയോഗിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ ഇതിൽ പറയാനുള്ളത്. റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻസ് ഫോർ കൈനറ്റിക് എനർജിയും എക്സ്പ്രഷൻസ് ഫോർ മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും ഒക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ ലോ സ്പീഡിൽ നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, അതായത് വി ഫാർ ലെസ് ദാൻ സി, നോൺ റിലേറ്റിവിസ്റ്റിക് കേസിൽ ക്ലാസിക്കൽ എക്സ്പ്രഷൻസ് ഉപയോഗിച്ചാൽ മതിയോ, അതായത് ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ കിട്ടിയേക്കണ എക്സ്പ്രഷൻസ് ഉപയോഗിച്ചാൽ മതിയോ കൈനറ്റിക് എനർജിക്കും മൊമെൻറ്റത്തിനും ഒക്കെ. അപ്പോൾ രണ്ടിലും കൺസർവേഷൻ മൊമെൻ്റ് ഒക്കെ എഴുതാൻ പറ്റും. പക്ഷേ ഹൈ സ്പീഡ് പാർട്ടിക്കിളുകളുടെ കൺസർവേഷൻ മൊമെൻറ്റം അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻസ് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലേറ്റിവിസ്റ്റിക് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം രണ്ടിലും സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ ലോ സ്പീഡിലെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ചിലപ്പോൾ നമുക്ക് ഹൈ സ്പീഡിൽ അതേ രൂപത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻസ് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു കൺസർവേഷൻ മൊമെൻറ്റത്തിന് ഇൻ ജനറൽ നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം, ഇതൊരു ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. രണ്ട് പാർട്ടിക്കിൾ തമ്മിൽ കൂട്ടിയിടി ഒരു ഇന്റേണൽ ഇൻട്രാക്ഷൻ പോലെയാണ്. എക്സും വൈയും തമ്മിൽ കൂട്ടിയിടിക്കുന്നു. അപ്പോൾ എക്സിനും വൈക്കും ഇടയിലുള്ള ഫോഴ്സുകൾ മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഇല്ല. സോ ഇഫ് വി ആർ കൺസിഡറിങ് എക്സ് പ്ലസ് വൈ ആസ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം, ദെൻ നമുക്ക് കൺസർവേഷൻ മൊമെൻറ്റം ഇങ്ങനെ എഴുതാം. In an isolated system of particles, total momentum
total linear momentum remains constant. Total linear momentum remains constant. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലത്തിൽ എക്സും വൈയും കൂടി കൂട്ടിയിട്ടുള്ള ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് കൊളീഷന് ശേഷം ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള ടോട്ടൽ ലീനിയർ മൊമെന്റത്തിന് തുല്യമായിരിക്കും. അത് സാറ്റിസ്ഫൈ ചെയ്യും. ഹൈ സ്പീഡ് ഫിസിക്സിലാണെങ്കിൽ നമ്മൾ റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ ഉപയോഗിക്കണം. ലോ സ്പീഡിലാണെങ്കിൽ ക്ലാസിക്കൽ എക്സ്പ്രഷൻസ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഹൈ സ്പീഡിന്റെ ഫിസിക്സ് കൈകാര്യം ചെയ്യുമ്പോൾ ക്ലാസിക്കൽ എക്സ്പ്രഷൻസ് ഉപയോഗിച്ചാൽ അത് വൈലേറ്റ് ചെയ്യുന്ന പോലെ കാണും. അതാണ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിലൊക്കെ ഡിസ്കസ് ചെയ്തത്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. നമ്മൾ രണ്ട് പാർട്ടിക്കിളുകളുടെ കൊളീഷൻ, ഇലാസ്റ്റിക് കൊളീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ക്ലാസിക്കൽ ഫിസിക്സിൽ. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് കൊളീഷനും ഇൻഇലാസ്റ്റിക് കൊളീഷനും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജി കൺസർവ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. കൈനറ്റിക് എനർജി ഈസ് കൺസർവ്ഡ്. അപ്പോൾ അവിടെ നമ്മൾ കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി നമ്മൾ സമൃദ്ധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി. ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ ക്ലാസിക്കൽ ഫിസിക്സിലാണ് പറയുന്നത്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ, ക്ലാസിക്കൽ സിറ്റുവേഷനിൽ ലോ സ്പീഡ് പാർട്ടിക്കിളുകളിൽ, ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അപ്ലൈ ചെയ്യാവുന്ന പാർട്ടിക്കിളുകളിൽ ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജി കൺസർവ് ചെയ്യില്ല, ഈസ് നോട്ട് കൺസർവ്. പക്ഷേ രണ്ട് കേസിലും ടോട്ടൽ എനർജി കൺസർവ് ചെയ്യും. ടോട്ടൽ എനർജി കൺസർവ് ചെയ്യും. അപ്പം നമ്മൾ ഈ റിലേറ്റിവിസ്റ്റിക് സിറ്റുവേഷനിൽ അങ്ങനെ നമ്മൾ വേർതിരിച്ചൊന്നും പഠിക്കുന്നില്ല. അവിടെ നമുക്ക് കൈനറ്റിക് എനർജി കൺസർവ് ചെയ്യുന്നത് പലപ്പോഴും പറയാൻ സാധിക്കില്ല. കാരണം ഹൈ സ്പീഡ് പാർട്ടിക്കിളുകളിൽ റെസ്റ്റ് എനർജിയിൽ വ്യത്യാസം വരും. ഹൈ സ്പീഡ് പാർട്ടിക്കിളുകളിൽ പാർട്ടിക്കിൾ നമ്പർ ഈസ് നോട്ട് കൺസർവ്ഡ്. കാരണം പുതിയ പുതിയ പാർട്ടിക്കിളുകൾ ജനറേറ്റ് ചെയ്യപ്പെടും. പാർട്ടിക്കിൾ നമ്പർ ഈസ് നോട്ട് കൺസർവ്ഡ്. അപ്പോൾ ആ കൊളീഷൻ അല്ലെങ്കിൽ ഡീകേ പ്രോസസ്സ് നടക്കുമ്പോൾ ന്യൂ പാർട്ടിക്കിൾസ് മേ ബി ഫോംഡ്. പുതിയ പാർട്ടിക്കിളുകൾ ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ മാസും കൂടിയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാസ് മേ നോട്ട് ബി കൺസർവ്ഡ്. മാസ് മേ നോട്ട് ബി. അപ്പോൾ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ ആണെന്ന് വിചാരിച്ചോ, എക്സ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളും വൈ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളും കൂടി ഇന്ററാക്ട് ചെയ്തിട്ട് എക്സും സെഡും പിന്നെ സിയും കൂടി ഒരു പാർട്ടിക്കിൾ ഉണ്ടായി. ഈ രണ്ടിൻ്റെയും കൂടി റെസ്റ്റ് മാസ് എടുത്താൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ റെസ്റ്റ് എനർജി എടുത്ത് നോക്കിക്കോ. റെസ്റ്റ് എനർജി എന്ന് പറയുന്നത് എം എക്സ് സി സ്ക്വയർ പ്ലസ് എം വൈ സി സ്ക്വയർ മേ നോട്ട് ബി ഈക്വൽ ടു എം എക്സ് സി സ്ക്വയർ പ്ലസ് എം സെഡ് സി സ്ക്വയർ പ്ലസ് എം സി സി സ്ക്വയർ. ഇങ്ങനെ എഴുതേണ്ടി വരും. അതായത് ലെഫ്റ്റിലെയും റൈറ്റിലെയും റെസ്റ്റ് എനർജി കൂട്ടിക്കഴിഞ്ഞാൽ തുല്യമാകണമെന്നില്ല. ഓക്കെ, അതായത് ദർ വിൽ ബി എ ചേഞ്ച് ഇൻ മാസ് ബിറ്റ്വീൻ എൽ എച്ച് എസ് ആൻഡ് ആർ എച്ച് എസ്. ചേഞ്ച് ഇൻ മാസ്. ആ ചേഞ്ച് ഇൻ മാസ് എന്ന് പറയുന്നത് ഡെൽറ്റ എം എന്ന് പറയാം. ആ ചേഞ്ച് ഇൻ മാസ് ആയിരിക്കും പാർട്ടിക്കിളുകളുടെ കൈനറ്റിക് എനർജി ആയിട്ടൊക്കെ മാറിയിട്ടുണ്ടാവുക. കാരണം റെസ്റ്റ് മാസിൽ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാസ് പാർട്ടിക്കിളുകൾ, പുതിയ പാർട്ടിക്കിളുകൾ ഫോം ചെയ്യുകയും പുതിയ എനർജി മാസിന്റെ രൂപത്തിൽ ഡെവലപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ കൈനറ്റിക് എനർജിക്ക് പ്രാധാന്യം കൊടുക്കില്ല, ടോട്ടൽ എനർജിക്ക് മാത്രമേ പ്രാധാന്യം കൊടുക്കുള്ളൂ. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് റിലേറ്റിവിറ്റിയിൽ കൈനറ്റിക് എനർജി പ്ലസ് റെസ്റ്റ് എനർജി എന്ന് എഴുതാൻ പറ്റും. അത് കൺസർവ്ഡ് ആയിരിക്കും. ഏത് പ്രോസസ്സിലും ടോട്ടൽ എനർജി കൺസർവ്ഡ് ആയിരിക്കും. കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആവണം എന്ന് നിങ്ങൾ വാശി പിടിക്കേണ്ട കാര്യമില്ല. ഈ ഒരു സെക്ഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കെന്നത്ത് ക്രെയിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ടോപ്പിക്കിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് ഞാൻ ഈ ലെക്ചറിൽ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൺസർവേഷൻ ഓഫ് എനർജി ഈ രൂപത്തിൽ ഡിഫൈൻ ചെയ്യാം. ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, ഇൻ ആൻ ഐസൊലേറ്റഡ് കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജിയാണ് എഴുതുന്നത്. കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് കൺസർവേഷൻ ഓഫ് എനർജിയാണ് ഞാൻ എഴുതുന്നത്, ടോട്ടൽ എനർജിയാണ് എഴുതുന്നത്. ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, an isolated system of particles, the relativistic total energy, the relativistic
ടോട്ടൽ എനർജി അതായത് കൈനറ്റിക് എനർജി പ്ലസ് റെസ്റ്റ് എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇതാണ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. റിമെയിൻസ് കോൺസ്റ്റന്റ് നമ്മൾ പറഞ്ഞതാണ്, ഒരു വട്ടം കൂടി ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ ക്ലാരിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. അടുത്ത ലെക്ചറിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് പിന്നെ ഇതിലൊരു ചെറിയ സെക്ഷനും കൂടി ഉണ്ട്. അത് എക്സ്പെരിമെൻ്റൽ ടെസ്റ്റ് ഓഫ് റിലേറ്റിവിറ്റിയിലെ അണ്ടർലൈങ് പ്രിൻസിപ്പിളുകളെ ചില എക്സ്പെരിമെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വെരിഫൈ ചെയ്യുന്ന ഒരു സെക്ഷനും കൂടി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ലെക്ചറിൽ കാണാം. താങ്ക് യു.